മേലൊക്കെ ഒന്ന് കഴുകുന്നേ. എത്ര തെങ്ങ് കയറി ഇറങ്ങിയാന്നറിയാം ഈ കള്ളിന് വേണ്ടി. ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ എന്ത് പറയും? ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ ശങ്കരായിട്ടൊരു അബദ്ധം പറ്റിയാന്ന് പറ. ഈ കുടത്തിൽ കൊണ്ടിരുന്ന പലത്തെ എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിലോ? അപ്പൊ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. അല്ല, ഈ കള്ള് കുടത്തിലാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പോക്കിരുത്തരം പറയരുത്. ക്ഷമിക്ക് രാഘവ. ക്ഷമിക്കണ പണിയൊന്നുമില്ല. പോയ കള്ളിന്റെ കാശ് കാശ് എന്റെ ആകെ ഈ 50 രൂപയേ ഉള്ളൂ. അത് വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാം. പോയില്ല. പകുതി വഴിയുന്നപ്പോ ഒരു സംശയം. എന്തേ? അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ? അതിപ്പോ ഏതായാലും പോരെ. അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാൻ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ, എന്താ? അതെ, പൊട്ടിപ്പോയി. എന്ത് കുടവേ? ആരുടെ? ആ രാഘവന്റെ ചെറിയ കുടവാ. അതിന് നമുക്കെന്താ? അത് ഇതുണ്ടായിരുന്നു. ഏത് കല്ല്? അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കാന്ന് കണ്ടു. അപ്പൊ ഞാൻ ആ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ. അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു. അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു. അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിയോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? നമ്മളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു. അവിടെ അറിയണ്ട. എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. പിന്നെ പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും. മോളിയല്ലേ, മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ. ഇല്ല. ആ കുന്തം കളിച്ചിനി കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട. ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ? എടി, എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ള, മനസ്സ് ഇപ്പഴും ചെറുപ്പാ. ഷഷ്ടിപൂർത്തി 6 ആവുമ്പോഴാ ചെറുപ്പം. വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂഹിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റ് ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര്, ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്നൊരു VIP വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരൻ നായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാവും സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്? എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ. ആരും കേട്ടില്ല. നേരം എത്രയായെന്നറിയോ? ഒരു 4-4:30 ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ? സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് വേഗം നോക്കണോ? നോക്കുന്നുണ്ട്. പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായി പരമണിയൊക്കെ? എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ, രാഷ്ട്രീയം പറച്ചില്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ? അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം വേണം. പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തിക്കേ. പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. വേണ്ടേ? വേണം. ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നേരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. ശങ്കരേട്ടാ, ഒന്ന് വന്നേ. പണി നടക്കട്ടെ. ഉള്ള സമയം ഉപദേശികളേണ്ട, അത്ര നേരം പണിയെടുക്കട്ടെ. അല്ല, നമ്മളൊന്നും അറിയാമത്തെ കിഴങ്ങന്മാരാന്ന് വിചാരിക്കരുതല്ലോ. വാന്നേ, വാ. മതിയല്ലേ? ഞാനിപ്പോ വരാം. ഇതാരാ? നിങ്ങൾ എന്ത് മനുഷ്യനാ? മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക? അതിനെന്താ അമ്മനെടുത്തി?
പാലക്കാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു. അതന്ന് ഇന്ന് അങ്ങനെയാ. ആ ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. വാ വാ. മോനെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഗീതേ, മുരളി ഇരിക്കുക കേട്ടോ. ദേവുവിന് സുഖം തന്നെയല്ലേ? ആ അസുഖമൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് കണ്ടതാ ദേവുവിനെ. അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. മുരളി കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു? ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്? ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടിൽ കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ എന്തു മാത്രമല്ലേ ഉള്ളൂ. എന്തു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ? ആ പഠിപ്പൊക്കെ നിർത്തി. മണ്ടിയാണെന്നേ, ഇനി കെട്ടിച്ചു കൊടുക്കണം. ഓ ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തിയുണ്ട് രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളത്തിന് എണ്ണ എടുത്ത്. ശരി. രമ വരാറായില്ലേ? പൂവ് കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയെന്ന് ഒരുമിച്ച് ആ ബസ്സിലാ വരിക. നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കികളെ കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇത്തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദമാ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ. ഇവിടെ തന്നെ. ആ എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഇങ്ങോട്ടാ. എടോ, എടോ. ഓ ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. ആ 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മേ ഞാൻ എങ്ങനെ വരും? ആ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ബസ്സിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി എന്നെ കണ്ട ഉടനെ ചെയർമാൻ, എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുത്തു. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കണം അങ്ങോട്ട്, നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി ഇവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ നാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നതാ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വെടി വലിച്ചു പോകുന്നത്. ആ, കാളെ ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊക്കെ അവനെ ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു പഠിക്കും. എടാ പോടാ. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വയ്ക്കാൻ. ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ. ഉവ്വ്, അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ?
ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ആ ഒരു വണ്ടി സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? ഏ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചതെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. ആ, നിന്റെ അഭിനയത്തെ പറ്റി ആ ആ ആ തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. ആ അത് ഞാനും കേട്ടു. നീ പോടാ തിണ്ടി. ആ ആ. വാ. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കും, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കള്ളേ പറയും. ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ? അവക്കിപ്പോ കൊച്ചുങ്ങൾ 2ആയി. ഞാൻ കണ്ടിരുന്നു. മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ധാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നുപോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് എന്റെ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അയ്യേ, അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പെങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതിയാണ് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്, ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ, അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ, എന്താ? ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവനുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ.
തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ. എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതിക്കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല. ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ.